ഹലോ കൂട്ടുകാരേ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് കാണിക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. ഞാനിന്ന് വീട്ടിലാണ്. വീട്ടിലാണ് നോമ്പ് തുറ. അപ്പോഴും ഉമ്മ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. ഉമ്മ പലതരത്തിൽ ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അതിൽ ഒരു ടൈപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിന്ന് അതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കിംഗ് എൻ്റെ അല്ല. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോഴേ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ദാണ്ടെ ഇതൊരു വെറൈറ്റി ബിരിയാണിയാണ് കേട്ടോ. ചിക്കനൊക്കെ പൊരിച്ചുണ്ടാക്കുന്നതാണ്. ഞാനൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഒരു 2-3 സവാള ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുഞ്ഞുള്ളിയാണ് കേട്ടോ കൂടുതലും ചേർത്തുണ്ടാക്കുന്നത്. ഒരു 10-15ഓളം കുഞ്ഞുള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നീളത്തിൽ അരിഞ്ഞാണ് ചേർക്കുന്നത്, ഒന്നും ചതച്ചെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ദാണ്ടെ ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ചിക്കൻ സാധാരണ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പും ചേർത്തിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി വെക്കുന്നുണ്ട്. ഒരു 2-3 ബാച്ചായിട്ടാണ് കേട്ടോ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇനി അതേ എണ്ണയിലോട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ട് അതേ എണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പില ഉമ്മ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാള അരിഞ്ഞതും കുഞ്ഞുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉമ്മമാരൊക്കെ നമ്മൾ അങ്ങനെ ഒരു അതായത് നമ്മളൊക്കെ ഓരോന്ന് ചതച്ച് എടുത്ത് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞ് അങ്ങോട്ട് ചേർത്ത് പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കും. പക്ഷേങ്കിൽ നമ്മളൊക്കെ ഉണ്ടാക്കുന്നതിൽ എത്രയോ ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് വഴറ്റി നന്നായിട്ട് ഒന്ന് വഴണ്ട് വരുന്നവരെ ഒന്നങ്ങ് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഇനി ഒന്നും കൂടെ നല്ലപോലെ മിക്സാക്കി അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും വറുത്തെടുത്തൊന്നും അല്ല ചേർക്കുന്നത്, ഡയറക്റ്റ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ആവശ്യത്തിന് കുറച്ചെടുത്ത് ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന 2 തക്കാളി ഉണ്ടല്ലോ, നല്ല പഴുത്ത വലിയ നോക്കി 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊക്കെ തക്കാളി കുഞ്ഞതായിട്ടാണ് അരിഞ്ഞ് ചേർക്കുന്നത്, പക്ഷേ ഉമ്മ നല്ല വലുതായിട്ടൊക്കെ അരിഞ്ഞ് ചേർക്കുന്നത് കണ്ടോ. അപ്പോൾ തക്കാളി ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. അതിന് മുന്നേ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1.5 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ബിരിയാണി കുറച്ച് ചുവന്ന കളറിലാണ് കേട്ടോ, അതുകൊണ്ടാണ് മുളക് പൊടിയൊക്കെ ചേർക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാലയുടെ അതായത് വലിയ ജീരകവും ഒക്കെ ഒന്ന് ചതച്ചെടുത്താണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ, അല്ലാതെ പൊടിയായിട്ടല്ല. അപ്പോൾ ഗരം മസാല അതിൻ്റെ ആ സംഭവങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്തായിരുന്നു കേട്ടോ, ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഒരല്പം വെള്ളവും ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ മാത്രമാണ് ഫ്രൈ ആക്കി എടുത്തേക്കുന്നത് ചിക്കൻ ചേർക്കുന്നത്. അപ്പോൾ ചിലർ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേക്ക് വെള്ളം ചേർക്കാറില്ല, പക്ഷേ എൻ്റെ ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ സ്റ്റൈല് ബിരിയാണിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവത്തിന്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റുന്ന വരെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ആ മസാലയൊക്കെ ചിക്കനകത്ത് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് പിടിച്ച് വരും. എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയും വരുവേ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം, ഒന്ന് സെറ്റ് ആവട്ടെ അവിടെ ഇരുന്ന്. ആ ഒരു സമയം കൊണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ബിരിയാണിയുടെ ഇടയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഷെമ്മകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉള്ളി എടുത്തിട്ട് ആ പാത്രത്തിൽ തന്നെ അതേ എണ്ണയിലോട്ട് തന്നെ അരി കുതിർത്തെടുത്തതാണ് അതൊന്ന് ചേർത്ത് ഒന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നെയ്യൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല, ആ എണ്ണയിൽ തന്നെയാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. ഇതുപോലൊന്ന് വറുത്തെടുത്തിട്ടാണ് ഉമ്മ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് വറുത്തെടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിലാണ് കേട്ടോ വെള്ളം ചേർക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്.
ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടാണ് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഉപ്പ് ചേർക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ചേർക്കണം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി അരിയൊക്കെ വേവുന്നവർ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളി മസാലയാണ് കേട്ടോ ഇത്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഞാനൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ മുളക് പൊടി ചേർക്കാറില്ല കേട്ടോ. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഇങ്ങനൊന്ന് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. അപ്പോൾ അതാണ്ട് റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ദമ്മിടുന്ന രീതി കണ്ടോ. ദമ്മിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നടുക്കൊന്ന് കുഴിച്ചാണ് കൊടുക്കുന്നത് കണ്ടോ. ഇതുപോലെ കുഴിച്ച് കൊടുത്തിട്ട് ഇനി ആ മസാല ഇതിൻ്റെ നടുക്കോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം, പകുതി, ഫുള്ളിപ്പോൾ ഇടുന്നില്ല. ഇനി ആ ചോറ് കൊണ്ട് ഫുൾ അതങ്ങനെ മൂടി കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് മൂടിയിട്ട് അതിൻ്റെ മണ്ടയിൽ ഇനി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് നമ്മൾ ആദ്യം ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ കുറച്ചധികം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന ഉള്ളി, സവാളയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ മല്ലിയിലേക്ക് ചേർക്കാം. ഇവിടെ ഇപ്പോൾ മല്ലിയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ബാക്കി മസാല അതിൻ്റെ മുകളിലാണ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നത്. ഇനി വീണ്ടും ആ ചോറ് കൊണ്ട് ഇതിന് ചെറുതായിട്ട് ഒന്നങ്ങ് മൂടി കൊടുക്കുന്നുണ്ട് കണ്ട, ഇതുപോലെ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് മൂടി വെച്ച് ഒന്ന് അമുക്കി കൊടുക്കുന്നുണ്ടേ. അപ്പോഴത്തേനും ആ ചോറിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും കേട്ടോ. നന്നായിട്ടൊന്ന് പറ്റി പിടിക്കുന്നുണ്ട്. ഇനി അത് അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 15 മിനിറ്റ് സിമ്മിൽ അതുപോലെ ഇരുന്നിട്ട് നമ്മളൊന്ന് ഓപ്പൺ ആക്കിയാണ്. എന്തോ മണമാണെന്നറിയോ, ഇതിങ്ങനെ ഓപ്പൺ ആക്കുമ്പോഴേ ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള നല്ല അടിപൊളി ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും വീട്ടിൽ വരുമ്പോൾ ഈ ഒരു ബിരിയാണി ഉമ്മ ഉണ്ടാക്കുമ്പോഴും ഒന്നെടുത്ത് വീഡിയോ ആയിട്ട് ഇടണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് അത് സംഭവിച്ചത്, അതിന് സമയം കിട്ടിയത്. അതാണ്ട് കണ്ടോ, ഇതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഇതുണ്ടാക്കി വെക്കുന്നത് മാത്രം കാണാം, ഇതെങ്ങനെ കാലിയാവുന്നൊന്നും അത്ര അറിയില്ല കേട്ടോ. പെട്ടെന്ന് തീരും, അത്രയ്ക്ക് ടേസ്റ്റ്. ഈ ഒരു ബിരിയാണി വെക്കുന്നതിൻ്റെ അത് പെട്ടെന്നാണ് തീരുന്നത്. ഇത് ഞാൻ അബ്ദുവിനാണ് കേട്ടോ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. എങ്ങനെ ഉണ്ടടാ? സൂപ്പർ, അടിപൊളിയാണോ? അടിപൊളി.